നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്കിലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കയിൽ ജന്മാവകാശ പൗരത്വം നിയന്ത്രിക്കാനുള്ള പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന മുൻ ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി അതീവ നിർഭാഗ്യകരമാണെന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപ് പുതിയ നീക്കവുമായി രംഗത്തെത്തിയത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ജന്മാവകാശ പൗരത്വവും വിദേശികളുടെ ബർത്ത് ടൂറിസവും നിയന്ത്രിക്കുന്നതിനായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവെച്ചു. യുഎസിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകുന്ന മുൻ ഉത്തരവ് റദ്ദാക്കിയ സുപ്രീം കോടതി വിധി അതീവ നിർഭാഗ്യകരമാണെന്ന് വിശേഷിപ്പിച്ചാണ് ട്രംപ് പുതിയ നീക്കവുമായി രംഗത്തെത്തിയത്. നിലവിലുള്ള നിയമങ്ങൾ കൂടുതൽ കർശനമാക്കാനും വ്യവസ്ഥകളിൽ ഇളവുകൾ പരിമിതപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പുതിയ ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. കുടിയേറ്റക്കാരുടെ മക്കൾക്ക് പൗരത്വം നൽകുന്നത് പൂർണ്ണമായി നിരോധിക്കാൻ കഴിഞ്ഞ വർഷം ട്രംപ് ഉത്തരവിട്ടിരുന്നു. എന്നാൽ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏവർക്കും പൗരത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ 14 ഭേദഗതി മുൻനിർത്തി സുപ്രീം കോടതി കഴിഞ്ഞ ജൂണിൽ ഈ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഭരണകൂടം കൂടുതൽ പരിമിതമായ രീതിയിൽ പുതിയ ഉത്തരവുകൾ രൂപകൽപ്പന ചെയ്തത്. 2 എക്സിക്യൂട്ടീവ് ഉത്തരവുകളിലാണ് ട്രംപ് ഒപ്പുവെച്ചത്. പൗരത്വത്തിന് അർഹതയില്ലാത്ത വിദേശികളുടെ കുട്ടികൾക്ക് പൗരത്വം കിട്ടാത്ത നിയമങ്ങൾ കർശനമാക്കുന്നതാണ് ആദ്യ ഉത്തരവ്. യുഎസിൽ ജനിക്കുന്ന വിദേശികളായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക് പൗരത്വം ലഭിക്കുന്നത് തടയുക എന്നതാണ് ഈ ഉത്തരവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാതാപിതാക്കളിൽ ആരെങ്കിലും വിദേശ ഭീകര സംഘടനയിലെ അംഗമോ വിദേശ സർക്കാർ ജീവനക്കാരനോ ആകുകയോ വ്യാജമാർഗങ്ങളിലൂടെ പൗരത്വം നേടാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കില്ല. ബർത്ത് ടൂറിസം പൂർണ്ണമായി നിരോധിക്കുന്നതാണ് രണ്ടാമത്തെ ഉത്തരവ്. യുഎസിൽ കുട്ടികളെ ജനിപ്പിച്ച് അവർക്ക് അമേരിക്കൻ പൗരത്വം വാങ്ങി നൽകുന്നതിനായി വിദേശത്ത് നിന്ന് സ്ത്രീകൾ എത്തുന്ന ബർത്ത് ടൂറിസം രീതി അമേരിക്കൻ നിയമവ്യവസ്ഥയോടുള്ള ചൂഷണമാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി. ഇറാന് നേരെ അമേരിക്ക തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാന്റെ അന്ത്യശാസനം. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. സൗദി, തുർക്കി, ഖത്തർ വിദേശകാര്യമന്ത്രിമാർ പാകിസ്ഥാൻ സൈനിക മേധാവി എന്നിവരുമായി നടത്തിയ ചർച്ചയിൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയാണ് നിലപാട് വ്യക്തമാക്കിയത്. ട്രംപിനെ പിന്തിരിപ്പിച്ചില്ല എങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളടക്കം തന്ത്രപ്രധാന സ്ഥാനങ്ങൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. നയതന്ത്ര വഴികളിലൂടെയുള്ള പ്രശ്നപരിഹാരമാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് പിന്നാലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപുമായി ഫോണിൽ സംസാരിച്ചു. അതേസമയം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സായുധ സേനാ മേധാവി അസീം മുനീറും 3 ദിവസത്തെ സന്ദർശനത്തിന് സൗദി അറേബ്യയിലെത്തി. ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ നാളെ പുനരാരംഭിക്കുമെന്ന് ഖത്തർ എയർവേസ് അറിയിച്ചു. ഇത്തിഹാദ് എയർവേസിന്റെ ബഹ്റൈൻ, കുവൈറ്റ് സർവീസുകളും നാളെ പുനരാരംഭിക്കും. ചർച്ചകളും സമാധാന ശ്രമങ്ങളും ശക്തമാകുന്നതിനിടയിലും ഹോർമുസ് കടലിടുക്കിൽ ഒമാൻ തീരത്ത് ഇന്നലെ എണ്ണക്കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. കപ്പലും നാവികരും സുരക്ഷിതരാണ് എന്നാണ് റിപ്പോർട്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800ാം ചരമവാർഷിക ആചരണത്തിന്റെ ഭാഗമായി ഇറ്റലിയിലെ അസീസിയിൽ സംഘടിപ്പിച്ച ഗോ ഫ്രാൻസിസ്കൻ യുവജന സംഗമത്തിൽ ലിയോ 14 പാപ്പ പങ്കെടുത്തു. വിശുദ്ധ ഫ്രാൻസിസിന് ദൈവവിളി ലഭിച്ച ചരിത്ര പ്രസിദ്ധമായ പോർഷ്യങ്കുള സെയിന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ബസിലിക്കയിൽ പാപ്പ ദിവ്യബലി അർപ്പിച്ചു. അസീസിയിലെ വിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന പുണ്യഭൂമിയിൽ കത്തോലിക്ക സഭയുടെ വലിയ ഇടയൻ സന്ദർശനം നടത്തി. അസീസിയിലെത്തിയ ലയോ 14 പാപ്പയെ ഫ്രാൻസിസ്കൻ സഭാ മേധാവികളും സംഘാടകരും ചേർന്ന് സ്വീകരിച്ചു. അസീസിയിലെ പോർഷ്യങ്കുള സെന്റ് മേരി ഓഫ് ദി ഏഞ്ചൽസ് ബസിലിക്കയിൽ വെച്ചാണ് പാപ്പ യുവജനങ്ങളുമായി സംവാദം നടത്തിയത്. യൂറോപ്പ്, അമേരിക്ക, വിയറ്റ്നാം, സൗത്ത് സുഡാൻ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 2500-ലധികം കത്തോലിക്ക വിശ്വാസികളായ ചെറുപ്പക്കാരാണ് ഓഗസ്റ്റ് 6 നടന്ന സംഗമത്തിൽ അണിനിരന്നത്. ഈശോയുടെ രൂപാന്തര തിരുനാൾ ദിനത്തിലെ വചന സന്ദേശത്തിൽ സുവിശേഷത്തിന് മനുഷ്യജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. വിശുദ്ധ ഫ്രാൻസിസിനെയും അസീസിയിലെ വിശുദ്ധ ക്ലാരയെയും നയിച്ച ആത്മീയ സ്നേഹം നെഞ്ചിലേറ്റിക്കൊണ്ട് ഇന്നത്തെ ലോകത്തിന് ആവശ്യമായ പുതിയ വിശുദ്ധരായി മാറാൻ പാപ്പ യുവാക്കളെ ക്ഷണിച്ചു. അധികാരമോഹങ്ങളെയും ഭൗതിക സംസ്കാരങ്ങളെയും തള്ളിക്കളഞ്ഞ് ലോകത്തിൽ സമാധാനത്തിന്റെ ശില്പികളാകാൻ പാപ്പ യുവാക്കളോട് ആഹ്വാനം ചെയ്തു. സഭ നേരിടുന്ന ആന്തരിക
മുറിവുകളെയും വെല്ലുവിളികളെയും കുറിച്ച് സംസാരിച്ച പാപ്പ എളിയ സേവനത്തിലൂടെയും സാഹോദര്യത്തിലൂടെയും സഭയെ പുനർനിർമ്മിക്കുവാനുള്ള ഉത്തരവാദിത്വം ഓരോ ക്രിസ്തുവിശ്വാസിക്കുമുണ്ടെന്നും ഓർമ്മിപ്പിച്ചു. പേർസിംഗുള കപ്പേളയ്ക്കുള്ളിൽ നടന്ന നിശബ്ദ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭയവും അനീതിയും വേട്ടയാടുന്ന ലോകത്തിലേക്ക് സുവിശേഷത്തിന്റെ സന്ദേശവുമായി കടന്നുപോകാൻ ആഹ്വാനം ചെയ്ത് പാപ്പ യുവജനങ്ങളെ യാത്രയാക്കി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷിക വേളയിൽ നടന്ന ഈ അന്താരാഷ്ട്ര സംഗമം ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളായ ചെറുപ്പക്കാർക്ക് വലിയ ആത്മീയ നവീകരണമാണ് സമ്മാനിച്ചിരിക്കുന്നത്. വത്തിക്കാന്റെ പുതിയ നാണയങ്ങളിൽ ലിയോ 14 പാപ്പയുടെ മുഖചിത്രം പതിപ്പിച്ചു. 2014 ശേഷം ഇതാദ്യമായാണ് നാണയങ്ങളിൽ മാർപ്പാപ്പയുടെ ചിത്രം ആലേഖനം ചെയ്യുന്നത്. വത്തിക്കാൻ സിറ്റി പുറത്തിറക്കുന്ന പുതിയ യൂറോ സ്മാരക നാണയങ്ങളിൽ ഇനി ലിയോ 14 പാപ്പയുടെ മുഖചിത്രവും ഇടം പിടിക്കും. പുതിയ പാപ്പയുടെ സ്ഥാനാരോഹണത്തെ അനുസ്മരിച്ച് പുറത്തിറക്കുന്ന ശേഖരണ നാണയ സമുച്ചയത്തിലാണ് ഈ പ്രത്യേക രൂപകൽപ്പന. 2014 ശേഷം ആദ്യമായാണ് വത്തിക്കാൻ നാണയങ്ങളിൽ വീണ്ടും ഒരു പാപ്പയുടെ മുഖചിത്രം പ്രത്യക്ഷപ്പെടുന്നത്. മുൻ പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ മുഖചിത്രം നാണയങ്ങളിൽ ഉപയോഗിക്കരുതെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിഹ്നമായ കോട്ട് ഓഫ് ആംസ് മാത്രമാണ് നാണയങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. പുതിയ രൂപകൽപ്പനയിൽ 1 സെന്റ്, 2 സെന്റ്, 5 സെന്റ് നാണയങ്ങളിൽ ലിയോ 14 ഔദ്യോഗിക ചിഹ്നമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം 10, 20, 50 സെന്റ്, 1 യൂറോ, 2 യൂറോ നാണയങ്ങളിൽ പാപ്പയുടെ മുഖചിത്രമാണ് പതിപ്പിച്ചിരിക്കുന്നത്. വത്തിക്കാൻ യൂറോ നാണയങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മുഖചിത്രവും ഔദ്യോഗിക ചിഹ്നവും ഒരേ ശേഖരത്തിൽ ഇത്തരത്തിൽ മാറി മാറി ഉപയോഗിക്കുന്നത്. 5 യൂറോയുടെ പ്രത്യേക സ്മാരക നാണയം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം ചരമവാർഷികത്തിന്റെ സ്മരണയ്ക്കായാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ നാണയം സാധാരണ ഇടപാടുകൾക്കുള്ളതല്ലെങ്കിലും മറ്റ് യൂറോ നാണയങ്ങൾ യൂറോ കറൻസി ഉപയോഗിക്കുന്ന 21 യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉടനീളം നിയമപരമായി ഉപയോഗിക്കാനാകും. മധ്യകാലഘട്ടം മുതൽ പാപ്പയുടെ മുഖചിത്രം നാണയങ്ങളിൽ പതിപ്പിക്കുന്ന പാരമ്പര്യം വത്തിക്കാനിലുണ്ട്. 2002 വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെയും പിന്നീട് ബെനഡിക്ട് 16-ാമന്റെയും മുഖചിത്രങ്ങൾ നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ രൂപം നിർമ്മിച്ച് പോളണ്ടിലെ കൊണോട്ടോപ്പി ഗ്രാമത്തിലാണ് 55 മീറ്റർ ഉയരമുള്ള മാതാവിന്റെ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15 മാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിനത്തിൽ രൂപത്തിന്റെ ആശീർവാദ ചടങ്ങ് നടക്കും. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി മാറാൻ ഒരുങ്ങുകയാണ് പോളണ്ടിലെ കൊണോട്ടോപ്പി ഗ്രാമം. 55 മീറ്റർ ഉയരത്തിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന മാതാവിന്റെ രൂപം ഓഗസ്റ്റ് 15 തീർത്ഥാടകർക്കായി തുറന്നുകൊടുക്കും. കിരീടത്തിന്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന 15 മീറ്റർ ഉയരമുള്ള തറഭാഗത്തിന് മുകളിലായാണ് പരിശുദ്ധ കന്യകാമാതാവിന്റെ തിരുസ്വരൂപം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ സന്ദർശകർക്കായി വ്യൂവിംഗ് ഡെക്കും ഒരുക്കിയിട്ടുണ്ട്. 2025 മാർച്ചിലാണ് തിരുസ്വരൂപത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പ്രമുഖ പോളിഷ് വ്യവസായിയായ റോമൻ കാർക്കോസിക്കും ഭാര്യ ഗ്രാസിനെയും ചേർന്നാണ് പദ്ധതി പൂർണ്ണമായും സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിർമ്മാണത്തിനായി 3400 ക്യൂബിക് മീറ്ററിലധികം കോൺക്രീറ്റും 5000 ടണ്ണോളം സ്റ്റീലും ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം 22.85 മില്യൺ യൂറോയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. ഉയരത്തിന്റെ കാര്യത്തിൽ ലോകപ്രശസ്തമായ പല നിർമ്മിതികളെയും മാതാവിന്റെ ഈ തിരുസ്വരൂപം മറികടക്കുന്നുണ്ട്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലുള്ള ക്രൈസ്റ്റ് റെഡീമർ പ്രതിമയ്ക്ക് 38.5 മീറ്ററും പോളണ്ടിലെ തന്നെ പ്രശസ്തമായ ക്രൈസ്റ്റ് ദി കിങ് പ്രതിമയ്ക്ക് 52.5 മീറ്ററുമാണ് ഉയരം. എന്നാൽ ഇവ രണ്ടിനേക്കാളും ഉയരമുള്ളതാണ് ഈ പുതിയ രൂപം. ഫിലിപ്പീൻസിലുള്ള 98 മീറ്റർ ഉയരമുള്ള മദർ ഓഫ് ഓൾ ഏഷ്യ പ്രതിമയാണ് നിലവിൽ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കന്യകാമാതാവിന്റെ തിരുസ്വരൂപം. ഓഗസ്റ്റ് 15 ആശീർവാദ ചടങ്ങോടെ യൂറോപ്പിലെ പ്രധാന ആത്മീയ സഞ്ചാര കേന്ദ്രമായി ഈ പ്രദേശം മാറും. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് വരും ദിവസങ്ങളിൽ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ മനോഹരമായ ആത്മീയ അനുഭവം സമ്മാനിക്കുന്ന ഒന്നായി ഈ പുതിയ ദൈവമാതാവിന്റെ തിരുസ്വരൂപം മാറും. 2027 ദക്ഷിണ കൊറിയയിലെ സിയോളിൽ നടക്കുന്ന ആഗോള യുവജന ദിനത്തിന്റെ ഔദ്യോഗിക തീം സോങ് സംഘാടകർ പുറത്തിറക്കി. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക യുവജനങ്ങളെ വിശ്വാസത്തിൽ ഒന്നുചേർക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസിക്കൽ, പോപ്പ് എന്നിങ്ങനെ 2 വേർഷനുകളാണ് ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. 잠들던 마음을 깨워 걸어가기 시작하네. The fear darkness not trembling way we shall carry hope.
2027 ദക്ഷിണ കൊറിയയിലെ സിയോളിൽ നടക്കുന്ന ആഗോള യുവജന ദിനത്തിന്റെ ഔദ്യോഗിക തീം സോങ് സംഘാടകർ പുറത്തിറക്കി. ലോകമെമ്പാടുമുള്ള കത്തോലിക്ക യുവജനങ്ങളെ വിശ്വാസത്തിൽ ഒന്നിച്ചു ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ ക്ലാസിക്കൽ, പോപ്പ് എന്നിങ്ങനെ 2 സംഗീത രീതികളിലാണ് ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാണ് ഗാനത്തിന്റെ പേര്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന സന്ദേശമാണ് ഇതിന്റെ ഇതിവൃത്തം. കൊറിയൻ സംഗീത സംവിധായകനായ ഫ്രാൻസിസ് ജിയോൺ കിം ആണ് ഈ ഗാനത്തിന് രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച 434 സംഗീത സൃഷ്ടികളിൽ നിന്നാണ് ഇത് തിരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ മ്യോങ്ടോങ് കത്തീഡ്രൽ, കൊറിയൻ രക്തസാക്ഷികളുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ മ്യൂസിക് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തീർത്ഥാടകർക്കും വോളണ്ടിയർമാർക്കുമുള്ള രജിസ്ട്രേഷൻ 2026 രണ്ടാം പകുതിയിൽ ആരംഭിക്കും. 1995 മനിലായിൽ നടന്ന ആഗോള സമ്മേളനത്തിനു ശേഷം ഏഷ്യയിൽ സംഘടിപ്പിക്കുന്ന 2ാമത്തെ ആഗോള യുവജന സമ്മേളനമാണിത്. കൂടാതെ ക്രൈസ്തവ ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത് ഇങ്ങനെയൊരു ആഗോള കത്തോലിക്ക സംഗമം നടക്കുന്നത് ഇതാദ്യമായാണ്. കൊളംബിയയിൽ വേറിട്ടൊരു പ്രാർത്ഥനാ സംഗമവുമായി പുതിയ പ്രസിഡന്റ്. ഓഗസ്റ്റ് 7 രാജ്യത്തിന്റെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്ന അബെലാർഡോ ഡീല എസ്പ്രിയേല തന്റെ പുതിയ ക്യാബിനറ്റ് അംഗങ്ങൾക്കും മുതിർന്ന ഉപദേശകർക്കുമൊപ്പം 10 മണിക്കൂർ നീണ്ട പ്രാർത്ഥനയിൽ പങ്കെടുത്തു. കൊളംബിയൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ടാണ് നിയുക്ത പ്രസിഡന്റ് അബെലാർഡോ ഡീല എസ്പ്രിയല്ലയുടെ ഭരണനിർവഹണത്തിലേക്കുള്ള ചുവടുവയ്പ്. അറ്റ്ലാന്റിക്കോ പ്രവിശ്യയിലെ പോർട്ടോ കൊളംബിയയിൽ നടന്ന പ്രാർത്ഥനയോടെയാണ് ഡീല എസ്പ്രിയല്ലയും അദ്ദേഹത്തിന്റെ നിയുക്ത മന്ത്രിസഭയും ഭരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയത്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച പ്രാർത്ഥനാ സംഗമം 10 മണിക്കൂറിലേറെ നീണ്ടുനിന്നു. കത്തോലിക്ക സഭാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടന്ന പരിശുദ്ധ കുർബാനയും നിശബ്ദ ധ്യാനവും ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. രാഷ്ട്രീയവും ഭരണപരമായ ചർച്ചകളും മാറ്റിവെച്ച് നൈതികതയും ആത്മീയ മൂല്യങ്ങളും മുൻനിർത്തി രാജ്യം ഭരിക്കുന്നതിനെക്കുറിച്ചുള്ള ആശയവിനിമയങ്ങളാണ് ചടങ്ങിൽ നടന്നത്. പങ്കെടുത്ത ഓരോ നിയുക്ത മന്ത്രിമാർക്കും ഉപദേശകർക്കും പ്രസിഡന്റ് തന്നെ നേരിട്ട് നീലനിറത്തിലുള്ള പ്രത്യേക ബൈബിളുകളും ഡയറികളും സമ്മാനിച്ചു. കൊളംബിയയുടെ ഭൂപടവും ഈശോയുടെ തിരുഹൃദയ രൂപവും പതിച്ച ബൈബിളാണ് പാട്രിയ മിലാഗ്രോ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഭരണസംഘത്തിന് കൈമാറിയത്. പ്രാർത്ഥനയിലും ഗാനങ്ങളിലും മുഴുകി കൈകൂപ്പി നിൽക്കുന്ന നിയുക്ത മന്ത്രിമാരുടെ ചിത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നിരുന്നു. ഒരു കാലത്ത് കടുത്ത നിരീശ്വരവാദിയായിരുന്ന ഡീല എസ്പ്രിയല്ലയുടെ ഈ മാറ്റം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. തന്റെ ജീവിതത്തിലുണ്ടായ വിശ്വാസ മാറ്റത്തെക്കുറിച്ച് പരസ്യമായി തുറന്നു പറഞ്ഞിട്ടുള്ള അദ്ദേഹം ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണരീതിക്കാണ് താൻ നേതൃത്വം നൽകുകയെന്ന് വ്യക്തമാക്കി. വ്യക്തിപരമായ മാറ്റവും സത്യസന്ധമായ പൊതുസേവനവും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്നാണ് കൊളംബിയയുടെ പുതിയ ഭരണാധികാരിയുടെ ഉറച്ച വിശ്വാസം. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു ഭരണാധികാരിയുടെ ആത്മീയ ബോധ്യങ്ങൾ ഭരണനിർവഹത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നതിന്റെ ഉദാഹരണമായിട്ടാണ് ഓഗസ്റ്റ് 7 പദവിയേൽക്കുന്ന ഡീല എസ്പ്രിയല്ലയുടെ ഈ നീക്കത്തെ ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. യൂറോപ്പിലെ ലോകപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മെഡ്ജിഗോറിയിൽ 37ാമത് അന്താരാഷ്ട്ര യുവജനോത്സവമായ മ്ലാഡി ഫെസ്റ്റിന് തുടക്കമായി. സംഗമത്തിൽ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള 10,000-കണക്കിന് യുവാക്കളാണ് പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായ അനിഷ്ട സംഭവങ്ങളെയും സുരക്ഷാ ആശങ്കകളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് സംഗമം നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ യുവാക്കളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയായ മ്ലാഡി ഫെസ്റ്റ് മെഡ്ജിഗോറിയയിൽ ആവേശകരമായി മുന്നേറുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ 6 വരെ നീണ്ടുനിൽക്കുന്ന പ്രാർത്ഥനോത്സവത്തിൽ 40,000-ലധികം യുവജനങ്ങളും 700ഓളം വൈദികരുമാണ് പങ്കുചേരുന്നത്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ 800ാം ചരമവാർഷികത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവന്റെയും പ്രത്യാശയുടെയും ഉറവയായ ക്രിസ്തുവിലേക്ക് മടങ്ങിവരാൻ യുവാക്കളെ ക്ഷണിക്കുന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകാപരമായ ജീവിതത്തെയും മധ്യസ്ഥതയെയും മുൻനിർത്തിയാണ് 6 ദിവസത്തെ ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മനസ്സോടെയുള്ള ജപമാല, പ്രാർത്ഥന, പരിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യ ആരാധന, സാക്ഷ്യപ്പെടുത്തലുകൾ, അപ്പാരിഷൻ ഹില്ലിലെ പ്രാർത്ഥനാ യാത്രകൾ എന്നിവയാണ് ഈ യുവജനോത്സവത്തിന്റെ പ്രധാന ആകർഷണം. മെഴുകുതിരികളേന്തിയുള്ള പ്രത്യേക രാത്രികാല പ്രാർത്ഥനകളും മാതാവിന്റെ രൂപം വഹിച്ചുകൊണ്ടുള്ള പ്രഘോഷണ റാലികളും യുവജനങ്ങൾക്ക് വലിയ ആത്മീയ അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടായ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷ ശക്തമാക്കിയാണ് പരിപാടികൾ നടത്തുന്നത്. വിവിധ ഭാഷകളിലായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്ക് തത്സമയം ചടങ്ങുകൾ കാണാനുള്ള സൗകര്യവും മാധ്യമങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മെഡ്ജിഗോറിയയിലെ പ്രശസ്തമായ മ്ലാഡി ഫെസ്റ്റ് പ്രാർത്ഥനോത്സവം 1989 ഫാദർ സ്പാവ്കോ ബാർബരിച്ചാണ് തുടക്കമിട്ടത്. ചെറുപ്പക്കാരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും പ്രാർത്ഥനയിലും ദിവ്യകാരുണ്യ ആരാധനയിലും അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ സഹായിക്കുക എന്നതുമായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം.
ഓഗസ്റ്റ് 6 പുലർച്ചെ 5 മണിക്ക് ക്രിസേവാക് മലമുകളിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയുടെയും പങ്കെടുക്കുന്ന യുവജനങ്ങളെ പുതിയ സുവിശേഷ ദൗത്യങ്ങളിലേക്ക് നയിക്കുന്ന മിഷനറി സെൻഡിംഗ് ചടങ്ങോടെയും ബ്ലാഡ് ഫെസ്റ്റിന് സമാപനമാകും. ആഗോളതലത്തിൽ വിശ്വാസവും ആത്മീയ നവീകരണവും യുവാക്കളിൽ വളർത്തുന്നതിന് മെജോറിയയിലെ ഈ വാർഷിക പ്രാർത്ഥനോത്സവം വലിയ പങ്കാണ് വഹിക്കുന്നത്. ദി പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ കഥ പറയുന്ന രണ്ടാം ഭാഗവുമായി സംവിധായകൻ മെൽ ഗിബ്സൺ. ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം നിർമ്മിക്കുന്നതിന് വലിയ രീതിയിലുള്ള ആത്മീയ തടസ്സങ്ങളും എതിർപ്പുകളും നേരിടേണ്ടി വരുന്നുണ്ടെന്ന് വെളിപ്പെടുത്തി അണിയറ പ്രവർത്തകർ. 20 വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തുവിന്റെ പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിന്റെയും തീവ്രത വെള്ളിത്തിരയിലെത്തിച്ച മെൽ ഗിബ്സൺ വീണ്ടും ആ ചരിത്രത്തിലേക്ക് ക്യാമറ തിരിക്കുകയാണ്. ദി റെസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ മെഗാ പ്രൊജക്ട് 2 ഭാഗങ്ങളായാണ് പ്രേക്ഷകരിലേക്ക് എത്തുക. ആദ്യ ഭാഗം 2027 മെയ് 6-നും രണ്ടാം ഭാഗം 2028 മെയ് 25-നും തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. എന്നാൽ ചിത്രം പൂർത്തിയാക്കുക എന്നത് കടുത്ത ആത്മീയ പോരാട്ടമാണെന്നാണ് അണിയറ പ്രവർത്തകരുടെ വെളിപ്പെടുത്തൽ. ചിത്രം നിർമ്മിക്കുന്നത് തടയാൻ പിശാച് സർവ്വശക്തിയുമെടുത്ത് പൊരുതുന്നുണ്ടെന്ന് മെൽ ഗിബ്സൺ തന്നോട് പറഞ്ഞതായി ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് റാൻഡൽ വാലസ് ഓർത്തെടുക്കുന്നു. ക്രിസ്തുവിന്റെ മരണത്തിന്മേലുള്ള വിജയത്തിന്റെ കഥ ലോകത്തോട് പറയുന്നത് തടയാൻ വലിയ പ്രതിബന്ധങ്ങളാണ് നിർമ്മാണവേളയിൽ ഉണ്ടാകുന്നത്. മെൽ ഗിബ്സനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ സിനിമാ നിർമ്മാണം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ 20-ലേറെ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു നിയോഗമാണ്. മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ കഥയാണിതെന്നും ഒരു കലാകാരനെന്ന നിലയിലും സംവിധായകനെന്ന നിലയിലും തന്റെ പൂർണ്ണ സമർപ്പണം ഈ ചിത്രത്തിന് ആവശ്യമാണെന്നും ഗിബ്സൺ വ്യക്തമാക്കുന്നു. ലോകമെമ്പാടുമുള്ള സിനിമാ ലോകം വലിയ പ്രതീക്ഷയോടെയാണ് ഈ ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ശക്തിയും പ്രത്യാശയും വീണ്ടും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ ഈ 2 ചിത്രങ്ങൾക്കും കഴിയുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. ചലച്ചിത്ര ലോകത്ത് പുതിയൊരു ചരിത്രം കുറിക്കാൻ പോകുന്ന ദി റിസറക്ഷൻ ഓഫ് ദി ക്രൈസ്റ്റ് എന്ന ചിത്രത്തിനായി ഹോളിവുഡും ആഗോള ചലച്ചിത്ര പ്രേമികളും വിശ്വാസികളും വലിയ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. തുടർച്ചയായ രക്തച്ചൊരിച്ചിലിൽ നൈജീരിയ. ബെന്യു സംസ്ഥാനത്ത് ഫുലാനി തീവ്രവാദികളുടെ ആക്രമണത്തിൽ 4 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. ഭീതിയിൽ നൈജീരിയൻ ക്രൈസ്തവ സമൂഹം. നൈജീരിയയിലെ ബെന്യു സംസ്ഥാനത്ത് ക്രൈസ്തവർക്കെതിരെ വീണ്ടും ക്രൂരമായ ആക്രമണം. ഫുലാനി തീവ്രവാദികൾ നടത്തിയതായി റിപ്പോർട്ട് ചെയ്യുന്ന പുതിയ ആക്രമണത്തിൽ 4 ക്രൈസ്തവർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി കുടുംബങ്ങൾ സ്വന്തം വീടുകൾ ഉപേക്ഷിച്ച് കാടുകളിലേക്കും അഭയകേന്ദ്രങ്ങളിലേക്കും പലായനം ചെയ്തു. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം രാത്രിയുടെ മറവിൽ ആയുധധാരികൾ ഗ്രാമത്തിലേക്ക് അതിക്രമിച്ചു കയറുകയായിരുന്നു. ഉറക്കത്തിലായിരുന്ന കുടുംബാംഗങ്ങൾക്ക് നേരെ വെടിയുതിർക്കുകയും ജീവൻ രക്ഷിക്കാൻ ഓടിയവരെ പിന്തുടരുകയും ചെയ്തു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും കർഷകരായ സാധാരണക്കാരാണ്. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ നിലവിളികളാണ് ഇന്ന് ആ ഗ്രാമങ്ങളിൽ മുഴങ്ങുന്നത്. ഓരോ അക്രമവും അവസാനിക്കുമ്പോഴും അവശേഷിക്കുന്നത് കത്തിക്കരിഞ്ഞ വീടുകളും അനാഥരായ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾക്ക് മുന്നിൽ തകർന്നു വീഴുന്ന കുടുംബങ്ങളുമാണ്. ബെന്യു സംസ്ഥാനത്ത് കഴിഞ്ഞ മാസങ്ങളിലായി ക്രൈസ്തവ കർഷക സമൂഹങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർച്ചയായി വർദ്ധിക്കുകയാണെന്ന് മനുഷ്യാവകാശ സംഘടനകളും പ്രാദേശിക നേതാക്കളും മുന്നറിയിപ്പ് നൽകുന്നു. തുടർച്ചയായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗ്രാമങ്ങൾ ശൂന്യമാകുന്നു, സ്കൂളുകൾ അടയുന്നു, ദേവാലയങ്ങൾ നിശബ്ദമാകുന്നു. ജീവിച്ചിരിക്കുന്നവർ പോലും സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി മാറുന്ന ദുരവസ്ഥയാണ് അവിടെയുള്ളത്. ആക്രമണത്തിന് പിന്നാലെ സുരക്ഷ ശക്തമാക്കണമെന്ന ആവശ്യം വീണ്ടും ഉയർന്നിട്ടുണ്ട്. എന്നാൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമം തടയാൻ സർക്കാർ നടപടികൾ പര്യാപ്തമല്ലെന്ന വിമർശനവും ശക്തമാകുകയാണ്. ഓരോ പുതിയ ആക്രമണവും നൈജീരിയയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭയവും അനിശ്ചിതത്വവും കൂടുതൽ ആഴത്തിലാക്കുകയാണ്. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.